on the banana. Now let's wash this towel. സോപ്പിട്ട് കഴുകിയിട്ട് മാത്രമേ ഫുഡിന്റെ അടുക്കലോട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഗ്രീൻ ഹൗസ് ക്ലീൻ ലിക്വിഡ് ഇടുന്നു, പതപ്പിക്കുന്നു, എന്നിട്ട് മുഴുവനാക്കിയിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം. എന്റെ കൈ വെച്ച് ഞാൻ തൊടുന്നില്ല, കാരണം ഇതിനെ പുറത്തൊക്കെ ഞാൻ തൊട്ടിട്ടുള്ളതുകൊണ്ട് എന്റെ കൈ അത്രത്തോളം വൃത്തിയുള്ളതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ കാണിച്ചിരിക്കുന്ന വ്യക്തിയെ പരിചയമുണ്ടാകും. പച്ച വീട്ടിൽ പ്രശ്നേഷ്. എവിടെ ചെന്നാലും പ്രശ്നം ഉണ്ടാക്കുക എന്നതാണ് ഈ പുള്ളിയുടെ സ്ഥിരം തൊഴിൽ. ഓവർ വൃത്തി കാണിച്ച് വൈറലായ ഒരു പെർട്ടിക്കുലർ വ്യക്തി. നമ്മൾക്ക് ഇയാളെ കളി കണ്ടാൽ ഒരു മാനസിക രോഗിയാണെന്ന് തോന്നിപ്പോകും. ഇതൊക്കെ കാണിക്കുന്നത് ആൾക്കാരെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ്. കഴിഞ്ഞ ദിവസം ഇയാളുടെ വീട്ടിലെ വാട്ടർ ടാങ്ക് കാണിച്ചു. കണ്ട് കഴിഞ്ഞാൽ 10 ദിവസം വെള്ളം കുടിക്കില്ല. അങ്ങനത്തെ ഒരു കോലമായിരുന്നു. പുഴു വരിച്ച പോലെയായിരുന്നു അത് കാണുന്നവർക്ക് മനസ്സിലാകുന്നത്. ഒരു പഴം കഴിക്കണമെങ്കിൽ അത് വൃത്തിയായി കഴുകിയതിന് ശേഷമേ കഴിക്കൂ. ഒരു മിനറൽ വാട്ടർ വെള്ളം കുടിക്കണമെങ്കിൽ അത് പുറത്ത് കഴുകിയിട്ടേ കുടിക്കും. ഇന്നലെ ഒരു ദിവസം ഒരു ഇന്റർവ്യൂക്ക് പോയരം ഒരു ആങ്കർ ഇങ്ങനെ കൈ കൊടുത്തു. അവരെ സ്വീകരിച്ചിരിക്കുമല്ലോ, അങ്ങനെ കൈ കൊടുത്തരാം. അപ്പാട് അവര് സാനിറ്റൈസറും കൊണ്ടാണ് എല്ലായിടത്തും പോകുന്നത്. കൈ കൊടുത്തതിന് ശേഷം അവര് വേറൊരാൾക്ക് കൈ തൊട്ടല്ലോ, ഇതിന്റെ സാനിറ്റൈസർ കൊണ്ട് അത് വൃത്തിയാക്കുക, കഴുകുക. ഞാൻ ആ വീഡിയോ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരേ. ഒന്നും വിചാരിക്കല്ലേ, ഇച്ചിരി സാനിറ്റൈസർ അടിക്കുവാണ് കേട്ടോ. അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ബേസിക് ഹൈജീന്റെ ഭാഗമായിട്ട് ഇപ്പൊ ചിത്രയെ അടിച്ചോളൂ, വിഷയമില്ല. അപ്പൊ പ്രശ്നം സാധാരണ ഇഡലിയാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്താക്കാം, കൈ കൊണ്ട് എടുത്തിട്ടാണല്ലോ പ്ലേറ്റിൽ വെച്ചിട്ട് കഴിക്കാറ്. ഈ പ്രശ്നേഷെന്ന് വെച്ചാൽ ഫോർക്ക് കൊണ്ട് കുത്തിയിട്ട് പ്ലേറ്റിൽ വെക്കുക. വൃത്തി കൂടിപ്പോയതിൻ്റെ കുഴപ്പമാണ് കേട്ടോ. പിന്നെ കറി, സാമ്പാറിൽ എല്ലാ കറികളിലും നമ്മൾ സാധാരണ എങ്ങനെ ഉപ്പ് നോക്കാറ്, കയ്യിൽ ഒഴിച്ച് ടേസ്റ്റ് അങ്ങനെ നോക്കലല്ലേ ചെയ്യാറ്. അപ്പോൾ പ്രശ്നേഷന് മണത്തിട്ടാണ് ഉപ്പ് അറിയുന്നത്. അതെങ്ങനെയാണ് മണത്തിട്ട് അറിയുക? ഒരാൾ മണത്തിട്ട് അറിയുക. ഞാൻ നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് കാണിച്ചു തരേ, നിങ്ങൾ കണ്ടോ. അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയാണ് കേട്ടാ. ഒരുപാട് ചൂടൊന്നുമില്ല, അതുകൊണ്ടാണ് ഈ പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇട്ടേക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇടാൻ പാടില്ല. സാമ്പാറിന് ഉപ്പുണ്ടാന്ന് ആദ്യം നോക്കട്ടെ. കുഴപ്പമില്ല. ഒരു വീഡിയോയില് ഇവര് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ. അതിൽ പറയുന്നതാണ്, അമ്മച്ചിയോട് മോൻ ചോദിച്ചു പോലും, അമ്മച്ചിക്ക് നല്ല ദാമ്പത്യം കിട്ടാത്തതിന്റെ കുശുമ്പാണോ അമ്മച്ചി നമ്മളോട് കാണിക്കുന്നത് എന്ന്. എന്തിന് അമ്മച്ചിക്ക് നല്ല ദാമ്പത്യം കിട്ടിയിട്ടില്ലെങ്കിൽ മക്കളുടെ നല്ലോണം ദാമ്പത്യം നയിച്ചോട്ട് എന്നല്ലേ ഏതൊരു അമ്മയും ചിന്തിക്കുക. നിങ്ങൾ എന്തിനാ, നിങ്ങൾ വീട്ടിൽ പല പ്രശ്നങ്ങളും പല തർക്കങ്ങളും ഉണ്ടാവും. അച്ഛനും അമ്മയും മക്കളും എല്ലാവരും അതിൽ പ്രശ്നങ്ങൾ. അത് നിങ്ങൾ ഈ ലൈവിൽ വന്നിട്ട് പറഞ്ഞിട്ട് തരം താഴ്ന്നത് എന്തിനാ? അതിന്റെ ആവശ്യമില്ലല്ലോ. നിങ്ങൾക്കായി പറഞ്ഞതിന്റെ വീഡിയോ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അമ്മച്ചിക്ക് ഇത്രയും കാലം ഒരു നല്ല ദാമ്പത്യം കിട്ടാത്തതിന്റെ കുശുമ്പാണോ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ അമ്മേനെ കൊണ്ട് അമ്മക്ക് നല്ല ഭാവി കിട്ടാത്തതിന്റെ കുശുമ്പാണെന്നാണ് മോൻ പറയുന്നത്. അപ്പൊ ഇനി പറയുന്നത് ഇനി അനിയത്തിനെ കൊണ്ടാണ്. അപ്പുറത്തിപ്പുറത്ത് ആമ്പിള്ളേരെ ഫോൺ വിളിച്ച് നിൽക്കലാണെന്നാണ് ആങ്ങളെ പറയുന്നത്. എന്തെന്നാണ് തനിക്ക് കുറച്ച് ബോധം വിവരമൊന്നുമില്ലേ? ഇങ്ങനെ സ്വന്തം കൂടെ പുറത്തിനെ കൊണ്ട് ഇങ്ങനെയെല്ലാം പറയാൻ പാടുണ്ട. നല്ലത് പറഞ്ഞ അനിയത്തിക്ക് നല്ല ഉപദേശങ്ങൾ കൊടുക്കുന്നതിന്റെ പകരം ഇങ്ങനെ ലൈവായി വന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് ഈ അനിയത്തിനെ നാട്ടിക്കാൻ പാടുണ്ട. ഈ കുട്ടിക്ക് നാളെ ഒരു ഭാവി ഉള്ളതല്ലേ, ഇങ്ങനെയെല്ലാം ചെയ്യാൻ പാടുണ്ട. ഒരു ബോധമില്ലേ? നമുക്ക് ഈ വ്യക്തി പറയുന്നതിന്റെ ഒരു വീഡിയോ നമുക്ക് കാണാം, നോക്കാലോ. പോകാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന അനിയത്തിയെടുക്ക് ഞാൻ പറഞ്ഞു. അപ്പൊ കണ്ടില്ലേ, അപ്പൊ അയാൾക്ക് ശരിക്കും എന്തോ പ്രശ്നമുണ്ട്. നമ്മൾ എന്ന് വെച്ചാല് എന്തോ നോർമലി ആയിട്ടുള്ള ഒരാൾക്കാർ ചെയ്യേണ്ട പണിയൊന്നുമില്ല ചെയ്തത്. ഒന്നിക്കെങ്കിലും അയാൾ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കാണിച്ചു കൂട്ടുന്നു, ജനങ്ങളിൽ കണ്ണിൽ പൊടിയിടുന്നു. അല്ലെങ്കിൽ വേറെന്തോ അസുഖം തലക്ക് ബാധിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. അപ്പോൾ എനിക്ക് ഇത്രയല്ലേ പറയാനുള്ളൂ. ഇത് കണ്ടേരോ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യണം തോന്നിയിട്ടുണ്ട്, ഞാൻ വന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇനി അടുത്ത വീഡിയോയിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.